ഇവിടെയാണ് നോക്കേണ്ടത്. ഓക്കെ, വെൽക്കം ടു മൈ യൂട്യൂബ് ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്തിനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതുവരെ എന്താണ് വീഡിയോ ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ചെയ്യാതിരുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ കൂടെയാണ്. വേറെ ഒന്നുമല്ല, ഞാൻ ഇന്നലെ ഷൂട്ട് കഴിഞ്ഞിട്ട് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ, എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വെളുപ്പിന് ഒരു 4 മണിക്കാണ് ഞാൻ വന്നിറങ്ങുന്നത്. അവിടെ വന്നിറങ്ങുന്ന സമയത്ത് എന്താ പറയുക, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു റെയിൽവേ സ്റ്റേഷനാണ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. കാരണം ഭയങ്കര ഡിസ്കംഫർട്ട് ആൻഡ് ഇൻസെക്യൂർ ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. ആൻഡ് ഞാൻ 2K ആണ്, പക്ഷേ 2K 2 മാസത്തിൻ്റെ വ്യത്യാസത്തിലാണ് ഞാൻ 2000 ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2Ks കാണിക്കുന്ന, 2Kനെ ജനറലൈസ് ചെയ്ത് താറടിക്കുന്ന ഒരു പരിപാടി നമ്മുടെ സൊസൈറ്റി ചെയ്യുന്നതിനോട് യോജിക്കാനോ അതിനെ അനുകൂലിക്കാനോ എനിക്ക് ഇതുവരെ പറ്റിയിരുന്നില്ല, ഇപ്പോഴും പറ്റുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ അല്ലേ. ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന സമയത്ത് ഒരു 23-നും 18-നും ഒക്കെ ഇടയിലുള്ള കുഞ്ഞുമക്കൾമാർ അവിടെ നിന്നിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സിഗരറ്റ് വലിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ പൈസ എല്ലാം നിങ്ങളുടെ ശരിയാണ്. പക്ഷേ സിഗരറ്റ് വലിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ഒരു പയ്യനായിട്ട് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് പോവാം. ഇത് എന്തെങ്കിലും സാധനം റൂമിൽ നിന്ന് വലിച്ച് കയറ്റിയിട്ട് വന്നിട്ട് ഇതിൻ്റെ ഏതെങ്കിലും അംശം ഇവിടെ ഇരുന്നിട്ട് അതിൻ്റെ വൈബ് പിടിക്കുന്നതാണോ, ഇനി അതല്ല ഇതിൻ്റെ, എനിക്കറിയാൻ പാടില്ല, എൻ്റെ ടെക്നിക്കൽ ഫീൽഡ് എനിക്കറിയത്തില്ല, അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇവിടെ ലൈക്ക് കള്ളും സിഗരറ്റും ഒക്കെ വലിക്കുന്നത് ഭയങ്കര ഹെൽത്തിന് ദോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇത് ചിലപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് യൂഷ്വൽ ആയതുകൊണ്ട് ആരും പറയാത്തതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഏറ്റവും അധികം ഈ ഒരു 2000-ന് ശേഷമുള്ള ജനറേഷനിലുള്ള കുട്ടികൾ യൂസ് ചെയ്യുന്ന ഒത്തിരി സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഉണ്ട്. അത് യൂസ് ചെയ്യരുതെന്ന് പറയാൻ ഞാൻ നിങ്ങളുടെ ആരുമല്ല. എനിക്കിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇത് പറയുന്ന ഈ ഒരു സമയം പോലും വേസ്റ്റാണ്. എനിക്കാരും പൈസ തരത്തില്ല ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കി കളയുന്നതിന്. സ്നേഹം കൊണ്ട് പറയണതാണ്. നിങ്ങളെ ഓർക്കണ്ട. പക്ഷേ നിങ്ങൾ ഇങ്ങോട്ട് ചിലപ്പോൾ പഠിക്കാനൊക്കെ വന്നായിരിക്കും. എറണാകുളത്ത് പൊതുവെ പഠിക്കാനൊക്കെ ആയിരിക്കും കുട്ടികളൊക്കെ വരുന്നത്. ഞാനൊക്കെ ആദ്യ കാലങ്ങളിൽ ഇവിടെ വരുമ്പോൾ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് ഒരു വാശിയായിരുന്നു ജീവിതത്തോട്. തോറ്റിടത്ത് നിന്നാണ് ഇവിടെ വന്ന് ഈ ഒരു നാട്, ഈ എറണാകുളം എന്ന് പറയുന്ന സിറ്റി, ഒത്തിരി ആൾക്കാർക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ള ഒരു സ്ഥലമായിരിക്കും. ഇവിടെ വന്ന് ഒന്നേന്ന് തുടങ്ങിയ ഒത്തിരി ആൾക്കാരുണ്ട്. അവർ കെട്ടിപ്പടുത്ത ഒരു ചീട്ടുകൊട്ടാരം എങ്ങനെ അവരുണ്ടാക്കിയെടുത്തതിൻ്റെ വലിയൊരു കഥ പറയാൻ ഒത്തിരി ആൾക്കാർക്ക് ഉണ്ടാവും. സോ ഈ നാട്ടിൽ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കുറേ ആൾക്കാർ വന്നിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങോട്ട് ഫീസ് തന്ന് വിടുന്ന പാരൻസിന് ഫീസ് തന്നില്ല, നിങ്ങൾ ഇങ്ങോട്ട് വന്നതാണെങ്കിലും പാർട്ട് ടൈം ജോലി ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും പ്രാർത്ഥിക്കുന്ന എൻ്റെ മോള് സേഫായിട്ടിരിക്കണേ, അവൾ കഴിച്ചോ കുടിച്ചോ, അവൾ എന്തെടുക്കുക. നിങ്ങളെ ചിലപ്പോൾ വിളിച്ചില്ലെങ്കിൽ പോലും ഈ 1 സെക്കൻഡ് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, ഒത്തിരി ലോകം ഉണ്ടാവും. പക്ഷേ നമ്മുടെ പാരൻസ് എന്ന് പറയുന്ന ആൾക്കാർ നമ്മളൊരു വെള്ള തുണിയിൽ കുഞ്ഞി വാവയായിട്ട് നമ്മളെ കയ്യിൽ കിട്ടിയപ്പോൾ മുതലുള്ള അവരുടെ വലിയ സ്വപ്നമാണ് എൻ്റെ മക്കൾ എവിടെയാണ്, എന്താണ്, അവർ വളരണം, അവർ നന്നാവണം, അവർ രക്ഷപ്പെടണം, ഞാൻ മരിക്കുന്നവരെ അവർ നന്നായിട്ടിരിക്കണം. മനസ്സിലായോ? അത് അവരുടെ വലിയ സ്വപ്നമാണ്. അതുപോലെ തന്നെ അങ്ങനെ കിട്ടിയെടുത്തുനിന്ന് കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് ഈ 1 സെക്കൻഡ് നോക്കി വളർത്തിയ ആൾക്കാരായത് കൊണ്ട് നിങ്ങളുടെ കാലിൽ മുള്ളു കൊള്ളരുത്, നിങ്ങൾക്ക് ഒരു ദോഷവും വരരുത്, നിങ്ങൾക്കൊരു പനി പോലും വരരുത് എന്ന് ഓരോ സെക്കൻഡും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരവർ. നമ്മുടെ ലോകം വലുതാണ്, പക്ഷെ അവരുടെ ലോകം നമ്മൾ മാത്രമാണ്. നല്ല നിലയിലെത്തി അവർക്ക് നല്ലത് ചെയ്ത് കൊടുക്കൂ എന്ന് ഞാൻ പറയും. പക്ഷേ നിങ്ങൾക്ക് അതിന് പറ്റിയില്ലെങ്കിൽ പോലും അവരെ ദ്രോഹിക്കരുത്, പറ്റിക്കരുത്, ചതിക്കരുത്. കാരണം ഒരാളെയാണ് ഞാൻ കണ്ടതെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ആ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കടയുടെ വാതിക്കയിൽ കുറേ എണ്ണം ഉണ്ട്. എനിക്ക് അനിയന്മാരെ ഭയങ്കര ഇഷ്ടം. എനിക്കൊരു ചേട്ടനുള്ളത്, എനിക്ക് എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആൺപിള്ളേർ എനിക്ക് ഭയങ്കര ഒരു കുച്ചു വൈബാണ് എനിക്ക് അവരോട്. അതുകൊണ്ട് കുറേ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കാണുമ്പോൾ ഒരു സങ്കടം. ഇപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചേ, എനിക്ക് 25 വയസ്സേ ഉള്ളൂ, പക്ഷേ ഞാനൊരു 45 വയസ്സുള്ള തള്ള പറയണ കാര്യങ്ങളല്ലേ പറയണത്. അല്ലെങ്കിൽ എന്താ പറയുക, ഉപദേശം എന്ന് വേണേൽ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു തരികയല്ലേ. കാരണം എന്താണെന്നറിയോ, നമ്മുടെ കാലം വളരെ ഫാസ്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 50 വയസ്സുള്ള ആൾക്കാർ ചെയ്യണതാണ് ഇപ്പോൾ 25 വയസ്സുള്ളവർ ചെയ്യണത്. 50 വയസ്സുള്ളവർക്ക് വരുന്ന രോഗങ്ങളാണ് ഇപ്പോൾ 25 വയസ്സുള്ളവർക്ക് വരണത്. അത്ര ഫാസ്റ്റായിട്ട് ലോകം പൊയ്ക്കൊണ്ടിരിക്കണം. നമ്മുടെ ആയുസ്സും അത്ര തന്നെ ഉള്ളൂ. എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആകെയുള്ള ആരോഗ്യം, ആകെയുള്ള സമയം, ആകെയുള്ള ജീവിതം ഉപയോഗിക്കുമ്പോൾ വീണ്ടും ഉപയോഗിക്കാൻ തോന്നും. അത് നിങ്ങൾക്ക് നിർത്താൻ, ഇപ്പം നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം, കള്ളോ കഞ്ചാവോ എന്താ കുറേ സാധനങ്ങളുണ്ടല്ലോ, പൊടിയും കല്ലും കണവണ കുറേ സാധനങ്ങളില്ലേ, ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു സാധനം. ഓക്കെ, എൻ്റെ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ നന്നാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. കുറേ പേര് ഇങ്ങനത്തെയൊക്കെ വീഡിയോ ഇടാറുണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഞാൻ നിർത്തുക, ഇപ്പോൾ ഞാൻ നന്നാവുക എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡും അതിന് സമ്മതിക്കത്തില്ല.
ഒരു പ്രാവശ്യം കൂടെ അടിച്ചിട്ടാവാം എന്ന് നിങ്ങൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്ന നിങ്ങൾക്ക് ഒരു കാലത്ത് നിന്ന് പുറകോട്ട് പോകാൻ പറ്റില്ല. സിഗരറ്റോ മദ്യമോ എന്ത് സാധനമായാലും വിത്തിൻ സെക്കൻഡ്, ഇപ്പോൾ ഈ സെക്കൻഡിൽ ഞാൻ നിർത്തുക, ഇനി ഞാനത് ഉപയോഗിക്കില്ല എന്ന് ഈ സെക്കൻഡിൽ നിങ്ങളെടുക്കുന്ന ഡിസിഷൻസ് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ സെക്കൻഡ് തീരുമാനിക്കുന്ന ഡിസിഷൻസ് മാത്രം. എൻ്റെ വാക്ക് കേട്ടിട്ട് ഒരു കുഞ്ഞെങ്കിലും തിരുത്തിയാൽ അതെനിക്ക് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതും. ഒത്തിരി സങ്കടം തോന്നിയടാ കണ്ടപ്പോൾ, ഭയങ്കര വിഷമം തോന്നി. കുറേ പിള്ളേർ, അനിയന്മാർ പ്രായമുള്ള കുറേ പിള്ളേർ നിരന്ന് നിന്നും ഒരു അർജൻറ്റായിട്ട് സിഗരറ്റ് വലിക്കുക. ഇത് വലിച്ച് തീർത്തിട്ട് വേണം അടുത്ത ട്രെയിനിൽ കയറാൻ, അല്ലെങ്കിൽ വലിച്ച് തീർത്തിട്ട് വേണം അടുത്ത പരിപാടിക്ക് പോയി. ഇത് വലിച്ച് തീർത്തേ പറ്റുള്ളൂ. ഇതെന്തോ ഒരു വലിയ ജോലി. എന്താ ലഹരിയല്ലേ, ലഹരി ഇറ്റ്സ് ലഹരി. സോ നമുക്കത് അതിനോട് അങ്ങനെ തന്നെ ആയിരിക്കും അതിൻ്റെ ഫീലിങ്സ്. പക്ഷേ ഇത് നിങ്ങൾ ഓരോ സിഗരറ്റ് വലിക്കുമ്പോൾ, ഓരോ പഫ് എടുക്കുമ്പോൾ, ഓരോ ബ്രീത്തിലും നിങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവരോട് ചെയ്യുന്ന ദ്രോഹമാണ്. പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്കേ പോകത്തുള്ളൂ. കൂടെ നിന്ന് കത്തിച്ച് തരുന്നവനോ ഷെയറിട്ട് വാങ്ങുന്നവനോ ഒരു നഷ്ടവും ഇല്ല. അവന് നിന്നോട് സ്നേഹം ഉണ്ടാവും. നീ വിളിക്കുന്നിടത്തൊക്കെ അവൻ വരുമായിരിക്കും. നീ പോയാൽ 3 ദിവസം കഴിഞ്ഞ് അവനത് വിടും, മറക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു മറക്കും. അവൻ ദുഷ്ടനായതുകൊണ്ടല്ല, അവൻ മനുഷ്യനായതുകൊണ്ട് അങ്ങനെയാണ്. പക്ഷെ നിങ്ങളുടെ പാരൻസ് എത്രയൊക്കെ മനുഷ്യരാണെന്ന് പറഞ്ഞാലും അവർക്ക് മരണം വരെ അത് മറക്കാൻ പറ്റില്ല. മാതാപിതാക്കളുടെ ഏറ്റവും വലിയ വേദനയാണ് അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മക്കൾക്ക് എന്തെങ്കിലും വരുന്നത്. അതുകൊണ്ട് അതവർക്ക് സഹിക്കാൻ പറ്റില്ല. അവർ ഈ ഭൂമിയിലേക്ക് നിർമ്മിച്ച് വിട്ട പ്രൊഡക്ട്സ് അല്ലേ നമ്മൾ. അവർ ജീവനോടെ ഇരിക്കുമ്പോൾ ഈ പ്രൊഡക്റ്റിന് എന്തെങ്കിലും പറ്റണം അവർക്ക് സഹിക്കാൻ പറ്റുമോ? ചങ്ക് പൊട്ടിപ്പോവില്ലേ നമ്മുടെ അമ്മയുടെ അപ്പൻ്റെയും? നിങ്ങളെ പറ്റി ഓർത്തില്ലെങ്കിലും പാവം നമ്മുടെ നിഷ്കളങ്കമായ നമ്മുടെ പാരൻസിൻ്റെ മുഖം നോക്കണം. പാവം അമ്മച്ചി, അരി വെക്കണ അമ്മച്ചീനെയും കറിക്കരിയണ അമ്മച്ചീനെയും പണിക്ക് പോയി കഷ്ടപ്പെട്ട് വെയിലത്തൊക്കെ പണിയെടുക്കണ അപ്പനെയൊക്കെ ഓർക്കണം. അവരെ ഓർത്താൽ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അടിച്ചു പൊളിക്കടാ, ആകെ ഒരു ലൈഫേ ഉള്ളൂ. പക്ഷെ അത് ആരെയും, നിങ്ങളെയും നിങ്ങളുടെ വീട്ടുകാരെയും സ്നേഹിക്കുന്നവരെയും ദ്രോഹിച്ചിട്ടും നശിപ്പിച്ചിട്ടും നഷ്ടപ്പെടുത്തിയിട്ടും ഒന്നുമല്ല. ലൈഫ് ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളെയോ നിങ്ങൾക്കുള്ളതിനെയോ നഷ്ടപ്പെടുത്താനുള്ളതല്ല, എപ്പോഴും നേടാനുള്ളതാണ്. നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്ന എന്ത് സാധനത്തെയും നേടാനുള്ള വാശിയോടെ ആയിരിക്കണം ജീവിതം. ഞാൻ ഇത്രയും കിടന്ന് വായിട്ടലക്കണമെങ്കിൽ എനിക്ക് എത്ര സങ്കടമായി കാണുമല്ലോ അത് കണ്ടപ്പോൾ. സങ്കടമായി. നന്നാവും മക്കളെ, നന്നാവും. നിനക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും ഞാനും നിനക്ക് വേണ്ടിയിട്ട് നീയും പരിശ്രമിക്കാതെ, നിന്നെ തിരുത്താതെ വേറെ ആരും ആ ജോലി ചെയ്യില്ല.